ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു സൂപ്പർ ഡിഷ് ഉണ്ടാക്കിയാലോ? വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം പോർക്ക് വരട്ടിയത്. ഇത് ചോറിൻ്റെ ഒക്കെ ഒപ്പം തിന്നാലുണ്ടല്ലോ, സൂപ്പറാണ്. തിന്ന് തീരം പോലും അറിയില്ല. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 1 കിലോ പോർക്ക് ചെറുതായിട്ട് നെയ്ക്കഷ്ണമൊക്കെ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ വേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക് നമുക്ക് ഇവിടെ വീട്ടിലുണ്ടായതാണ്, അതെടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പോർക്കിൻ്റെ കുത്തൊന്നും ഉണ്ടാവാണ്ടിരിക്കാനേ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാണ്. ഒട്ടും പോർക്കിൻ്റെ കുത്തുണ്ടാവില്ല. ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല, ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഉപയോഗിച്ചത്. ഇത് വെള്ളം കുറച്ച് ഇത് ഇങ്ങനെ അടുക്കി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് വെള്ളമാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കത് വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് വഴറ്റാനായിട്ട് എടുക്കാം. ഇതിൽ സവാളയും ഉള്ളിയാണ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തേക്കണേ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും. അപ്പോൾ നമുക്ക് വിസിൽ വന്ന് തുടങ്ങും. അപ്പോൾ ഒരു 8 വിസിൽ വരെ ആയിക്കോട്ടെ. അപ്പോൾ വിസിൽ വന്ന് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണത് നന്നായിട്ട് മൂപ്പിക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഞാനൊരു 2 സവാളകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ആഡ് ചെയ്ത് അതിലേക്ക് ഈ ഉള്ളി ചതച്ചത് യോജിപ്പിക്കുക. എത്ര ഉള്ളി കൂടുതൽ എടുക്കണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതെടുക്കുക. പിന്നെ ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൂടെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റുമ്പോൾ നമ്മുടെ പോർക്ക് അവിടെ ആദ്യം റെഡി ആയിട്ടുണ്ട്. പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ നോക്കാം. അതിൽ ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് ഉള്ളത്. ഇതിൽ ഗരം മസാലയും മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നമ്മുടെ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് വേപ്പില ആഡ് ചെയ്യാം കേട്ടോ. വേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി വേപ്പില ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ വെന്ത പോർക്ക് ഇതിലേക്ക് ഒട്ടും വെള്ളം, ആ പോർക്കിൻ്റെ വെള്ളം ഉണ്ട്, പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്താണല്ലേ നമ്മളിത് ഡ്രൈ ആയിട്ട് എടുക്കണതുകൊണ്ട് വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമുക്കത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ പോർക്കെല്ലാതും ഇതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി വേപ്പില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു വേപ്പില ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ചധികം ചേർക്കണമെന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റാം. അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി പിന്നെയും കുറച്ച് നേരം ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ സോട്ട് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നോക്കുമ്പോൾ നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ പോർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വരട്ടിയെടുത്ത പോർക്ക് നമുക്ക് കുറച്ച് ചോറിൻ്റെ ഒപ്പം അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ അച്ചിങ്ങത്തോരനും പിന്നെ ഒഴിച്ചുകറിയും എല്ലാം കൂടിയിട്ട് നല്ല മാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല പോർക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.